ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടത്തോരനാണ് കേട്ടോ. ഒരു വെറൈറ്റി മുട്ടത്തോരൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്കും ചോറിനൊപ്പം ഇത് മാത്രം കുഴച്ച് തിന്നാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് കേട്ടോ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല രീതിയിലൊന്നും അടിച്ചെടുക്കണ്ട കേട്ടോ, പേസ്റ്റ് പോലെ ഒന്നും അടിച്ചെടുക്കണ്ട. നമ്മൾ ചമ്മന്തി അടിച്ചെടുക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഇല കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് ഇവിടെ ചമ്മന്തി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാനതൊന്ന് നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. അപ്പോൾ ഞാനൊരു 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയും ഞാനിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം മുട്ട ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.